അതാണ് നിലപാട്. ശ്രീ ബി ആർ എം ഷഫീർ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇന്ന് പ്രതികരിച്ചത് ധാർമ്മികതയുടെ വിജയം, ആ കുടുംബത്തിനൊപ്പം നിന്ന് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിജയം, CPM ഈ CBI വരാതിരിക്കാൻ ഖജനാവിൽ നിന്ന് ചെലവാക്കിയ പണം തിരിച്ചടക്കണം എന്ന് തുടങ്ങി നീണ്ട നിര പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമ്മൾ കേട്ടു. പക്ഷേ CPM പറയുന്നു രാഷ്ട്രീയമായി ഒരു തരത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒന്ന് ഇന്നത്തെ വിധി കൊണ്ട് CPM ഉണ്ടാകുന്നില്ല എന്ന്. ശ്രീ ബി ആർ എം ഷഫീർ, ഈ കൊലപാതകം നടക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ CPM സാധാരണഗതിയിൽ കൊലപാതകം നടത്തുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അവർക്കെതിരായി ഏതെങ്കിലും ഒരു കൊച്ചു കേസ് അവർക്കെതിരായിട്ട് കൊടുക്കും. ആ കേസിന്റെ പേരിൽ സംഘം ചേരും, തെളിവുകൾ ശേഖരിക്കും, ആയുധങ്ങൾ സംഭരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഈ പറയപ്പെടുന്ന കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് കൊലവിളി പ്രസംഗം നടത്തും. കൊലവിളി പ്രസംഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ കാച്ചിക്കളയും. ഇതാണ് ഇവരുടെ സ്ഥിരം ശൈലി. ഞാനൊരു പ്രസംഗം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പശബ്ദം ഞാനിവിടെ കേൾപ്പിച്ചു തരാം. ആ ഒറ്റ ഒരുത്തരാണ് ഈ കൊലപാതകത്തിന് അടിത്തറയിട്ട പ്രകോപനത്തിന്റെ നായകൻ. ഒന്ന് കേട്ടു നോക്ക്. പ്രസംഗം കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും ത്രെട്ടൺ സ്പീച്ച് ബൈ എ CPM ലീഡർ എഗെയിൻസ്റ്റ് പെരിയ എന്നുള്ള വാചകത്തിൽ ഇപ്പോൾ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ആ പെരിയയിൽ ആ 2 കുട്ടികളെ കൊലപാതകം നടത്തുന്നതിന് കാരണമായിരിക്കുന്നത് ഒരു പ്രകോപനപരമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ആ നേതാവ് ആവർത്തിച്ച് കൊലവിളിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഇടറിയ ശബ്ദത്തിൽ കൊലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ തല ചിതയിൽ വെക്കാൻ പോലും കഴിയാത്ത വണ്ണം പൂങ്കുല ചിതറുന്നത് പോലെ ചിതറിപ്പിച്ചു കളയും ഞങ്ങൾ, അതിലേക്ക് ഞങ്ങളെ നയിക്കരുത്. ഇതാണ് ആ വീഡിയോ. വേണമെങ്കിൽ മുസ്തഫയ്ക്കും ഈ പറയപ്പെടുന്ന ഈ ചാനൽ ഇപ്പോൾ ചർച്ച നടത്തി കൊടുക്കുന്ന റാഷിദിനും ഞാൻ അയച്ചു തരാം. ആ കൊലവിളി പ്രസംഗം നടത്തിയ പ്രാസംഗികൻ നായകന്റെ പേരാണ് VPP മുസ്തഫ എന്ന് പറയുന്നത്. അയാളാണ് ഇവിടെ വന്നത് ചാരിത്ര പ്രസംഗം നടത്തുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? 2 കുട്ടികൾ ഒരു പക്ഷേ ഇനി പീതാംബരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അവകാശം? കൊലവിളി പ്രസംഗം നടത്താൻ നിങ്ങൾക്ക് എന്താ അവകാശം? മുസ്തഫ കോടതിയോ? മുസ്തഫ സുപ്രീം കോടതിയോ? മുസ്തഫ ഹൈക്കോടതിയോ? മുസ്തഫ പോലീസോ? മുസ്തഫയുടെ കൊലവിളി പ്രസംഗം ചിതയിൽ വെക്കാൻ പോലും കഴിയാത്ത വണ്ണം ചിതറിച്ചു കളയും. എന്നിട്ട് വന്നിരുന്ന് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു. നാണമില്ലാത്തവന്മാർ. ഇനി ഒന്ന്, ഞങ്ങളുടെ കുട്ടികളെ കൊലപാതകം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവന്മാർ ഓരോരുത്തരായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മുൻ MLA ഉദുമ MLA KV കുഞ്ഞിരാമൻ. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പോസ്റ്റ് എന്താണെന്നറിയുമോ? ലൈബ്രറി കൗൺസിൽ അഥവാ എഴുത്തും വായനയും വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ ആവിഷ്കാരത്തോടു കൂടി അതെല്ലാം പുറമെ പ്രചരിപ്പിക്കാനും വിധിക്കപ്പെട്ട കാസർഗോഡ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് കുഞ്ഞിരാമൻ പ്രതിയ. രണ്ടാമത്തെയാൾ മണികണ്ഠൻ, മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, CPM അരിവാൾ ചുറ്റിക നക്ഷത്രം. മൂന്നാമത്തെയാൾ രാഘവൻ വെളുത്തോളി, ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി. 4 KV ഭാസ്കരൻ, ഏരിയ കമ്മിറ്റി അംഗം. 5 ഈ പറയപ്പെടുന്ന പീതാംബരൻ, ലോക്കൽ കമ്മിറ്റി അംഗം. പറഞ്ഞു വന്നത് എല്ലാവരും CPM ആണ്. എല്ലാവരും CPM ആണ്. കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടത് CPM, കൊന്നതിന് ശേഷം ജയിലിൽ പോയത് CPM, കേസിൽ പ്രതിപട്ടികയിലാകണമെന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ഉച്ചിഷ്ടം മാത്രം വിഴുങ്ങുന്ന ഒരാളെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുപോയി പ്രതിപട്ടികയിൽ നിന്ന് ഊരിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിഭാഷകനെ കടത്തിക്കൊണ്ടുപോയി. അയാളും ഇന്ന് നാറി പുഴുത്തു അയാള്. നിങ്ങൾക്കറിയോ, ഈ ഖജനാവിലെ പണമെടുത്ത് ഞാനും മുസ്തഫയും ഈ പറയപ്പെടുന്ന ന്യൂസ് സെന്ററിനകത്തിരിക്കുന്ന റാഷിദിന്റെയും കോടി വരുന്ന സാധാരണ മലയാളികളുടെയും നികുതി പണമെടുത്ത് ഈ കേസിൽ CBI വരാൻ പോയപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കണം, സിംഗിൾ ബെഞ്ച് CBI കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തതിന് ശേഷം അത് തള്ളിയപ്പോ സുപ്രീം കോടതിയിൽ നിന്നും 2 അഭിഭാഷകരെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഹോട്ടലിൽ കൊണ്ടുവന്ന് താമസിച്ച് ഇവിടുത്തെ സാധാരണ മലയാളിയുടെ, പാവപ്പെട്ടവന്റെ, അത്താഴ പട്ടിണിക്കാരന്റെ, കമ്മ്യൂണിസ്റ്റുകാരന്റെ, കോൺഗ്രസ്സുകാരന്റെ, പാർട്ടി ഇല്ലാത്തവരുടെ നികുതി പണം എടുത്ത് 1 കോടി രൂപ ചെലവഴിച്ച നേതാവിന്റെ പേര് പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് രണ്ടാമത്തെ അടി. 3, ഒരു കൊലപാതകം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ഒരുപാട് കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന്റെ പുറത്തുണ്ടാകുന്ന കൊലപാതകം പോലെ അല്ല ഈ കൊലപാതകം കൃത്യമായി ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചു. ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് 2 ആളുകളെ ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു നിരീക്ഷിക്കാൻ ഫോണുമായി ചുമതലപ്പെടുത്തി. ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു, സ്കെച്ച് ചെയ്തു, ഒളിഞ്ഞിരുന്നു, വാഹനം കൈമാറി, കൊന്നതിന് ശേഷം പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കയറി, പാർട്ടി ഓഫീസിനകത്ത് വെച്ച് ഡ്രസ് മാറി, രക്തക്കറകൾ കഴുകിക്കളഞ്ഞു. അതിനെല്ലാം കൂട്ടുന്നത് മുൻ MLA, അതിനുശേഷം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി. എന്നിട്ട് പുറത്തിറങ്ങി പോലീസ് പിടിച്ചപ്പോ നേരെ കയറി കുറുകെ നിന്നുകൊണ്ട് ആ വാഹനം, ആ ജീപ്പ് വിട്ടുകൊടുക്കാതെ ആ ജീപ്പിനെ കടത്തിക്കൊണ്ടുപോയാൽ, പോലീസിന്റെ കൈപ്പിടിയിൽ നിന്നും പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയാൽ, അതാണ് നിങ്ങളുടെ മുൻ MLA. പറഞ്ഞു വന്നത് അടിമുടി CPM. കൊലപാതക പ്രസംഗം നടത്തി
വിറയൽ പ്രസംഗം നടത്തി വെറുപ്പുൽപാദിപ്പിക്കപ്പെടുന്ന നേതാവായി മാറിയ ഈ മുസ്തഫ മുതൽ ഈ കേസിൽ പാവപ്പെട്ടവന് നികുതി പണമെടുത്ത പിണറായി വിജയൻ മുതൽ എന്തിനേറെ പറയുന്നു, അവസാനം പ്രതിപ്പട്ടികയിൽ പോയി ജയിലിൽ പോയവർക്ക് അവരുടെ ഭാര്യമാർക്ക് പാർട്ട് ടൈം സീപ്പറായി ജോലി കൊടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPM മുതൽ കേസ് നടത്താൻ വേണ്ടിയിട്ട് കൂറുമാറ്റക്കാരൻ നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവന്റെ രക്തത്തെ പോലും വിലമതിക്കാതെ അതിൽ ചവിട്ടിക്കൊണ്ട് ഞങ്ങളെ ഒറ്റിയവൻ മുതൽ സകലവരും CPM ആസൂത്രണം ചെയ്ത കൊലപാതക. ഈ പരിഷ്കൃത സമൂഹത്തിൽ നേരത്തെ ഇവിടെ രാഷ്ട്രീയത്തോട് പറയുന്ന കേട്ടു, ഞങ്ങൾ കൊലപാതകത്തിന് അംഗീകരിക്കുന്നില്ല. TP ചന്ദ്രശേഖരൻ ഇതുപോലെ കൊലവിളി പ്രസംഗം, ഗൂഢാലോചന, വെട്ടിക്കൊല്ലൽ, പ്രതികളെ സംരക്ഷിക്കൽ, ഫസൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, തെളിവ് കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കൽ, കൊലപാതകം. അതിനുശേഷം ഷുക്കൂർ വിചാരണ, കോടതി, വെട്ടിക്കൊല്ലൽ. ഇങ്ങനെ നീണ്ട നിരയൊക്കെ കാണാനുണ്ടാവും. പക്ഷേ ഇന്നത്തെ വിധിയുടെ ഒരു ആകത്തുകയിലേക്ക് ഒരൊറ്റ നോട്ടത്തിൽ കണ്ണോടിക്കുമ്പോൾ ഞാൻ ശ്രീ ഗണേഷിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഏറ്റവും ഒടുവിൽ 10 പേരെ അധികമായി CBI വന്ന ശേഷം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. 14 എന്നത് 24 മാറി. ആ 10 പേരിൽ 6 പേരും കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നുള്ളതാണ്. CBI വരുന്നതിനെ വലിയ കാശ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ എതിർത്തു എന്നുള്ളതാണല്ലോ പറയുന്നത്. എന്നിട്ട് CBI വന്നിട്ട് എന്തുണ്ടായി എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നു. അതിനകത്ത് തന്നെ ഈ പറയുന്ന കുഞ്ഞിരാമൻ, ഉദുമ മുൻ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തിനെതിരെ കൊലപാതക ഗൂഢാലോചന കുറ്റം ചുമത്തി CBI. പക്ഷെ അത് തെളിയിക്കപ്പെട്ടില്ല. അദ്ദേഹത്തെ 2ാം പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു, പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ IPC 224 വകുപ്പ് മാത്രമേ തെളിയിക്കപ്പെട്ടുള്ളൂ. അപ്പൊ CBI വന്നതുകൊണ്ട് അധികം എന്ത് നേടി? 201 മാത്രമേ 201 മാത്രമേ തെളിയിക്കപ്പെട്ടുള്ളൂ, 120B മാത്രമേ തെളിയിക്കപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ വാദമെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ CBI വരാൻ കാരണം എന്താണ് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, CBI വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഹൈക്കോടതി ഉത്തരവിട്ട ഒരു വാചകമുണ്ട്. ഒരു CPM-കാരനായ നേതാവിന്റെ വാക്കിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് മൊഴി എഴുതി കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം റദ്ദ് ചെയ്തു കോടതി. കുറ്റപത്രം എടുത്ത് തോട്ടിലെറിഞ്ഞു. അറിയോ? CPM-കാർ മാത്രം സാക്ഷികളായിട്ട് കൊണ്ടുവന്ന കേസ്. എന്നിട്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കണം, ഇതിനകത്ത് ഏറ്റവും വലിയ ഇതിനകത്ത് അടിക്കാനും വെട്ടാനും ഉപയോഗിച്ച മാരക ആയുധങ്ങളുണ്ട്. പോലീസ് ക്രൈംബ്രാഞ്ച് എഴുതി വെച്ചു. പിന്നെ പൈപ്പുകൾ, GS പൈപ്പുകളാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. പോലീസ് എഴുതി വെച്ചതാ, പിണറായിയുടെ പോലീസ് സർജൻ, പിണറായിയുടെ തന്നെ പോലീസ് സർജൻ എഴുതി ഈ മരണകാരണമായിരിക്കുന്ന ഈ പറയപ്പെടുന്ന മുറിവുകൾ GS പൈപ്പുകൾ കൊണ്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ കേസ് കോടതി വരുമ്പോൾ പോലീസ് സർജനെ വിസ്തരിക്കാൻ പറയും, മഴ കൊണ്ടുള്ള വെട്ടുകൊണ്ടാണ് മരിച്ചതെങ്കിൽ ഈ കേസിലെ തൊണ്ടിയും ഈ കേസിലെ മുറിവുകളും തമ്മിൽ ടാലിയാകുന്നില്ല, പ്രതികളെ വെറുതെ വിടും. ഇതായിരുന്നു ബുദ്ധി. ക്രൈംബ്രാഞ്ച് GS പൈപ്പുകൾ എടുത്തു വെച്ചു. എന്നിട്ട് പറയാൻ നിങ്ങൾ ആലോചിക്കണം, 5 ചെറുപ്പക്കാരുടെ രക്തം പുരണ്ട ആ രക്തം പുരണ്ട തുണികൾ, ഷർട്ടുകൾ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവന്ന് കത്തിച്ചിട്ടു. ആ സ്ഥലത്ത് FSL പരിശോധന നടത്തിയില്ല. ഈ പറയപ്പെടുന്ന സ്ഥലത്തു നിന്നും പ്രതികളും ഈ പറയപ്പെടുന്ന ഇരകളും സഞ്ചരിച്ച CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചില്ല. വളരെ വ്യക്തമാണ്. 6 പോയിന്റുകൾ പിന്നെ ഡിവിഷൻ ബെഞ്ച് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് CBI തന്നെ അന്വേഷിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞു വന്നത്. തെളിവുകൾ നശിപ്പിക്കാൻ, രക്തക്കറ പുരണ്ട തുണികളിൽ നിന്നും FSL എടുക്കാതിരിക്കാൻ, കൊറാബറേറ്റീവ് എവിഡൻസുകൾ ശേഖരിക്കാതിരിക്കാൻ, സാക്ഷിമൊഴികൾ മുഴുവൻ CPM-കാരെ കുത്തിനിറച്ചു വെക്കാൻ, എന്നിട്ടോ ആയുധത്തെ തന്നെ മാറ്റാൻ, കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടിയായ മഴവും ഈ പറയപ്പെടുന്ന മാരകായുധങ്ങളും മാറ്റി വെറും GVC പൈപ്പുകളാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ കോടതി കണ്ടുപിടിച്ചു. പോലീസ് സർജന്റെ മൊഴിയെടുത്തു. അവസാനം കോടതി പറഞ്ഞത് CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിക്കുന്നതിനെതിരായി നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി. സർക്കാർ എതിർക്കാൻ നോക്കിയത് അവസാനം ഈ പറയപ്പെടുന്ന ഇരകളുടെ അച്ഛനും നമ്മുടെ പാർട്ടിക്കാരും നമുക്ക് അനുഭവമുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ട് കിട്ടിയ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ച ഭാഗത്ത് വന്ന് പരിശോധിച്ചവരാണ് CK ശ്രീധരൻ. ഞങ്ങളുടെ കിട്ടിയ തെളിവുകൾ, ഞങ്ങൾ കൈമാറിയ തെളിവുകൾ, പ്രധാനപ്പെട്ട എവിഡൻസുകളായിട്ട് കളക്ട് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട കോപ്പികൾ എല്ലാം പരിശോധിച്ചു. ഇരകൾക്ക് നീതി കിട്ടും എന്ന് ഉറപ്പുവരുത്തി ശ്രീധരനെ പിണറായി വിജയൻ ഗവൺമെന്റ് പാർട്ടിയും വിലക്കെടുത്തു. ശ്രീധരൻ ഒറ്റുകാരനായി. ശ്രീധരൻ മറിഞ്ഞു, പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ വന്നു. എന്തിനാണെന്നറിയോ? കോൺഗ്രസുകാർ ശേഖരിച്ചു വെച്ച, കോൺഗ്രസിലെ മരിച്ചുപോയ മക്കളുടെ പിതാവും മാതാവും കുടുംബവും കൂട്ടുകാരും ശേഖരിച്ചു വെച്ച തെളിവുകൾ കൃത്യമായി പഠിച്ചു വെച്ച, ലൂപ്പ് ഹോളുകൾ പഠിച്ചു വെച്ച ശ്രീധരനെ പാർട്ടി മാറ്റി പ്രതികൾക്ക് വേണ്ടി വക്കീലായിട്ട് കൊണ്ടുവന്നു. എന്തെല്ലാം നടത്തി നോക്കിയെന്നറിയോ? ആക്ഷേപമായി തള്ളിക്കളയുകയാണ്. CBIയുടെ ഗൂഢാലോചനാ സിദ്ധാന്തം പരാജയപ്പെട്ടു എന്നാണ് ശ്രീധരന്റെ ഇന്നത്തെ പ്രതികരണം. ഞാൻ അടുത്ത റൗണ്ടിൽ ഷഫീറിലേക്ക് വരാം.